ചെറിയ കോൺട്രോവേഴ്സി ഉണ്ട് പറയാൻ. ഇന്നലെ ഗുജറാത്ത് വേഴ്സസ് ലക്നൌ കളിയില് ഋഷഭ് പന്ത് കുശലാന്വേഷണം നടത്താൻ ഗില്ലിന്റെ അടുത്തേക്ക് വരുമ്പോൾ പന്തിനെ മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ച് മുന്നിലേക്ക് പോകുന്നതാണ് കണ്ടത്. ഈ സ്റ്റേജിൽ ഓരോ ടീമിനും ഏറ്റവും ആവശ്യമുള്ള കാര്യം അവരുടെ വിന്നിംഗ് മൊമെന്റം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെയാണ് ടേബിൾ ടോപ്പേഴ്സ് ആയ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്നലെ കാലിടറിയത്. LSDക്ക് ഇന്നലത്തെ മാച്ച് വിജയമോ പരാജയവും ആയിരുന്നാലും ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഗ്ലോറിക്ക് വേണ്ടി കളിച്ച കളി മാത്രമാണ്. അതിന്റെ കൂടെ ടേബിൾ ടോപ്പറായ ഗുജറാത്ത് ടൈറ്റൻസിനെ അടിച്ചിടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും. നഷ്ടം വന്നത് ഗുജറാത്ത് ടൈറ്റൻസിനാണ്. ഇനി അവരുടെ കയ്യിൽ ഒരു മാച്ചും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ അവർക്ക് 18 പോയിന്റ്സ് ആണുള്ളത്. അടുത്ത മാച്ച് അവർക്ക് ചെന്നൈയുമായിട്ടാണ് കൊമ്പ് കോർക്കാനുള്ളത്. LSDയെ പോലെ തന്നെ ഗ്ലോറിക്ക് വേണ്ടി മാത്രം കളിക്കുന്ന കളിയായിരിക്കും ചെന്നൈ. അതുകൊണ്ട് അവരുടെ പ്രകടനം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ അവസരത്തിൽ ആ കളി ജയിക്കുവാണെങ്കിൽ ഗുജറാത്തിന് 2 പോയിന്റ്സ് കൂടെ കിട്ടും, 20 പോയിന്റ്സ്. RCBയുടെയും പഞ്ചാബിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് 2 ഗെയിം വീതം കളിക്കാനുണ്ട്. ഗുജറാത്തിന്റെ ഈ പരാജയം അവർക്ക് ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാനുള്ള വലിയൊരു വാതില് തുറന്നു കൊടുത്തിരിക്കുകയാണ്, എക്സ്പെഷ്യലി RCBക്ക്. അടുത്ത 2 മാച്ച് വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടും ലക്നൌ സൂപ്പർ ജയൻസുമായിട്ടും. ഈ 2 ഗെയിമും ജയിക്കുകയാണെങ്കിൽ 21 പോയിന്റ്സുമായി ടേബിൾ ടോപ്പറായി ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചാബിന് ഒപ്പോസിഷൻ വരുന്നത് മുംബൈയും ഡൽഹിയുമാണ്. ഈ 2 മാച്ചും ജയിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചാബും ടോപ്പ് 2-ലെത്തും. ഈ സീസണിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഗില്ല്, സായി സുദർശൻ, ബട്ട്ലർ. അവര് കൊളാപ്സ് ആയാൽ പിന്നെ അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മിഡിൽ ഓർഡർ ആണ് ഉള്ളത്. ഗുജറാത്തിന്റെ കളിയിൽ ഈ സീസണിൽ 80% റൺസ് എടുത്തിട്ടുള്ളതും ഈ 3 ബാറ്റ്സ്മാൻമാരാണ്. ഇനി ഒരു ചെറിയ പ്രശ്നം, ബട്ട്ലർ ഈ പ്ലേ ഓഫ് കഴിഞ്ഞാൽ അവൈലബിൾ അല്ല. അതിന് തക്കതായ ഒരു റീപ്ലേസ്മെന്റ് കണ്ടെത്തി മൊമെന്റം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു വലിയ ചലഞ്ച് ഗുജറാത്തിന്റെ മുമ്പിൽ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. ഈ സീസണിൽ എല്ലാവരും പ്രൈസ് ചെയ്ത ബോളേഴ്സിന്റെ നിര തന്നെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഫ്യൂ ഗെയിംസ് എടുത്തു കഴിഞ്ഞാൽ ആ ബോളിംഗില് ക്രാക്കുകൾ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലേ ഓഫിൽ എത്തി നിൽക്കുന്ന ഈ ഒരു പോയിന്റില് ഗുജറാത്തിനെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല. ഈ സീസണിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. ഈ സീസണിന്റെ ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് ഡൽഹി ക്യാപിറ്റൽസ് നമ്പർ 1 ആയി ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ടൂർണമെന്റ് പോകുന്നത്. പിന്നെ മുംബൈ ഇന്ത്യൻസുമായി അവർ ഒരു ഗെയിം തോൽക്കുന്നു. അതോടുകൂടി ടേബിളിൽ ഏറ്റവും അടിയിൽ കിടന്ന മുംബൈ ഇന്ത്യൻസ് മുകളിലേക്ക് കയറി വരുന്നതും അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ രാജാവായിരുന്ന ഡൽഹി ക്യാപിറ്റൽസ് താഴോട്ട് ഇറങ്ങി വരുന്നതുമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് വിന്നിംഗ് മൊമെന്റം IPL വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ചും IPLന്റെ സെക്കൻഡ് ഹാഫില്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗുജറാത്തിന്റെ ക്യാപ്റ്റനായ ഗിൽ അനുഭവിക്കുന്ന പ്രഷർ ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് ചിലപ്പോൾ ചിരിച്ചില്ലെന്ന് വരും. അത് വലിയ കാര്യമാക്കാനില്ല.